നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ചട്നി റെസിപ്പിയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഇഡ്ഡലി ദോശയൊക്കെ തയ്യാറാക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ചട്നി, അതായത് നമ്മുടെ ചമ്മന്തി. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു വേറിട്ട ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇതിന് മുന്നേ ഒരു 3-4 ചട്നി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല റെസ്പോൺസാണ് കിട്ടിയത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. ഇന്നത്തെ സ്പെഷ്യൽ ചട്നിയിലൂടെ സെർവ് ചെയ്യാനായിട്ട് കുറച്ച് ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി നമുക്കൊന്ന് വേകാനായിട്ട് വയ്ക്കാം. ഇഡ്ഡലി വേകുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ചട്നി തയ്യാറാക്കിയെടുക്കാം. അത്രയ്ക്ക് സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 5 മുതൽ 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കരിവേപ്പില, മല്ലിയില. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളത് ഇതിൽ നമ്മൾ കുറച്ച് വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്. 2 അല്ലി വെളുത്തുള്ളി, ഒരിടത്തരം സവാള. ഇത് കൂടാതെ തന്നെ 3 മുതൽ 4 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം. ഇതിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, അതായത് ബംഗാൾ ഗ്രാം. ഇനി അടുത്തായിട്ട് സവാള നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് ചെറിയൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്തെടുക്കാം. അപ്പോൾ സവാള കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് റഫായിട്ട് കട്ട് ചെയ്താൽ മതിയാവും. ഇനി ഇതൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അധികം നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ സവാളയുടെ ഒരു പച്ച ചൊവ്വയെന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സവാള വഴറ്റാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ചട്നി തയ്യാറാക്കിയെടുക്കാം. പക്ഷേ സവാള വഴറ്റി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കറക്റ്റ് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കാം. ഇനി അടുത്തായിട്ട് മിക്സിയിൽ ഒരു വലിയ ജാർ എടുക്കാം. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 5 മുതൽ 6 വറ്റൽമുളക് ചേർക്കാം. കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളി കൂടണ്ട, മാക്സിമം 2 അല്ലി ചേർത്താൽ മതിയാവും. നാളികേരം കൂടി ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ നാളികേരമാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, ഇത് ഓപ്ഷണലാണ് കേട്ടോ, ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. കരിവേപ്പില, കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. സാധാരണ തേങ്ങാ ചട്നിക്ക് നമ്മൾ മല്ലിയില ചേർക്കാറില്ല, പക്ഷേ ഈ ഒരു ചട്നി ഞാൻ പറയാം ഒരു വേറിട്ട ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് നമുക്ക് താളിക്കാനും കൂടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്തെടുക്കാം. സവാളയുടെ ചൂട് നന്നായിട്ടൊന്നും മാറിയിട്ടില്ല, ചെറിയ ചൂടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു ചട്നി കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ചട്നിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ച് വെള്ളം ചേർത്തതിന് ശേഷം നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചട്നിയാണ്. ഇഡ്ഡലി വേകുന്ന സമയത്ത് തന്നെ നമുക്ക് ചട്നിയും കൂടി റെഡിയായി കിട്ടും. ചട്നി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം. അതുപോലെ തന്നെ ഉപ്പും കൂടെ നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ഈ സമയം ചേർത്തെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. മിക്സി കഴുകി കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഈ ഒരു ചട്നി, അതായത് മധുരൈ തണ്ണി ചട്നി എന്ന് പറയുന്നത് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ചട്നിയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ അതനുസരിച്ച് ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുതേ. ചട്നിയുടെ കൺസിസ്റ്റൻസി ഇതാണ്. ഇനി ലാസ്റ്റ് നമുക്ക് താളിച്ചും കൂടി ചേർക്കാം. അതിനായി നേരത്തെ സവാള വഴറ്റിയ സെയിം കടായിലോട്ട് കുറച്ച് എണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടുക്, വറ്റൽമുളക്, കുറച്ചേറെ കരിവേപ്പില, ഇനി നമ്മൾ മാറ്റി വെച്ചേക്കുന്ന മല്ലിയിലയും കൂടി ചേർത്തെടുക്കാം. നമ്മൾ സാധാരണ കടുക് വറുക്കുമ്പോൾ മല്ലിയിലയൊന്നും ചേർക്കാറില്ല, പക്ഷേ ഈ ഒരു ചട്നിക്ക് നമ്മൾ ഇതെല്ലാം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചട്നി ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. താളിച്ച് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്നിയിലോട്ട് ഇതൊന്ന് ഒഴിച്ചെടുക്കാം. ലാസ്റ്റ് 1 സ്പൂൺ ചട്നി താളിച്ച കടായിലോട്ട് ഇങ്ങനെ ഒന്ന് ആക്കി ഒഴിച്ചു കൊടുക്കുക. ഇത് പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ സ്വാദേറിയ മധുരൈ തണ്ണി ചട്നി റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ സ്പെഷ്യൽ ചട്നിയാണ്. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഇനി വെള്ളം ചേർക്കുമ്പോൾ ചെറു ചൂടുവെള്ളമാണ് ചേർക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർക്കാനും കൂടി മറക്കരുതേ. ഈ സമയം കൊണ്ട് ഇഡ്ഡലിയുടെ ചൂട് നന്നായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയുടെ മുകളിലോട്ട് ചൂട് മധുരൈ തണ്ണി ചട്നി കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലി കവർ ചെയ്യുന്ന രീതിയിലാട്ടോ ഞാൻ ഈ ചട്നി ഒഴിക്കുന്നത്. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ഒരു റിവ്യൂ പറയാമേ. അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തി നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ചട്നീനെക്കാട്ടിലും കുറച്ചൊരു വേറിട്ട ടേസ്റ്റും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചട്നി കേട്ടോ.
ഇത് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഒരു വേറിട്ട ടേസ്റ്റിലെ ചട്നി ആട്ടോ. അതായത് കാരണം ഇതിൽ നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ മല്ലിയിലയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു സ്വാദാണ്. നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ചട്നി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്